എവിടെ നോക്കിയാലും ഡീൽ ആരോപണമാണ്. പാലക്കാടും അത്തരത്തിലൊരു ഡീൽ ആരോപണം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശി BJPയുമായി ഡീൽ ഉണ്ടാക്കിയെന്ന ആരോപണമായി CPIM. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥിക്ക് 50 ലക്ഷം രൂപ നൽകിയെന്നാണ് ആരോപണം. കോടതിയിൽ പോയി തെളിയിക്കാൻ CPIMനെ PK ശശി വെല്ലുവിളിക്കുകയും ചെയ്തു. PK ശശിക്കെതിരെ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് CPIM. BJPയുമായി PK ശശി ഡീലുണ്ടാക്കിയെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥിയുമായാണ് PK ശശി ഡീലുണ്ടാക്കിയത്. എറണാകുളത്തെ ഏജൻസി മുഖേന BJP നേതാവിന് 50 ലക്ഷം രൂപ നൽകിയെന്ന് EN സുരേഷ് ബാബു. ചില മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസും BJPയും രഹസ്യ ബാന്ധവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഇടയിൽ മനസ്സിലാക്കി വരുന്നത്. ഒറ്റപ്പാലത്ത് UDFന്റെ സ്ഥാനാർത്ഥി BJPയുടെ ഒരു മുൻ സ്ഥാനാർത്ഥിക്ക് വലിയ തുക ഓഫർ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. നാമനിർദ്ദേശ പത്രികയിൽ പേരിലും വയസ്സിലും PK ശശി കൃത്രിമം കാണിച്ചെന്ന് LDF ആരോപണം ഉന്നയിച്ചിരുന്നു. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ CPIM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ആരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ CPIMനെ PK ശശിയും വെല്ലുവിളിച്ചു. ഇതൊക്കെ ഇവർ ധൈര്യമുണ്ടെങ്കിൽ കോടതി പോട്ടെ, ഞാൻ അവരെ വെല്ലുവിളിക്കുക, കോടതിയെ സമീപിക്കട്ടെ, ഞാനത് തെളിയിക്കാം. എങ്ങനെയാണ്, എന്താണ് വസ്തുത എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താം. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നില്ല. PK ശശിയിലൂടെ ഒറ്റപ്പാലം മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നീക്കമാണ് UDF നടത്തുന്നത്. അതിനിടയിലാണ് ആരോപണങ്ങളും ശക്തമാകുന്നത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.